രചന ഗംഗോത്രി. ഭാഗം 9. ശിവറാം എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് ഗായത്രി അരികിലേക്ക് വിളിച്ചു. അവൾ വേഗം അപ്പയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. മോൾക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ അപ്പ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ? ശിവറാം ചോദിച്ചു. എന്താ അപ്പ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പയുടെ മുത്തല്ലേ ഞാൻ. ഇതുപോലെ ഒരപ്പയും അമ്മയും കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. നമ്മൾ 3 പേരും ചേർന്നുള്ള ലോകം എനിക്ക് സ്വർഗമാണ്, ഗായത്രി പറഞ്ഞു. നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ 3 പേർ മാത്രം മതിയോ മോളെ? നിനക്കൊരു സഹോദരിയുണ്ട്, അതറിയാമോ? ശിവറാം ചോദിച്ചു. ഓ, ചേച്ചി ഇവിടെ ഇല്ലല്ലോ. അതുമല്ല, ചേച്ചി എൻ്റെ അമ്മയുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ. ഞാനല്ലേ നിങ്ങളുടെ സ്വന്തം മോള്, ഗായത്രി പറഞ്ഞു. വൈക അത് ശരിവെക്കുന്നത് പോലെ എല്ലാവരെയും നോക്കി തലയാട്ടി. പെട്ടെന്ന് ശിവറാമിൻ്റെ ഫോണിലേക്ക് ഗംഗോത്രി വീഡിയോ കോൾ വിളിച്ചു. ശിവറാം കോൾ എടുത്തു. വൈകയുടെയും ഗായത്രിയുടെയും മുഖം വലിഞ്ഞു മുറുകി. പപ്പ, എനിക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കാനുണ്ട്. അത് സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യുക, ഗംഗ പറഞ്ഞു. എബി പെട്ടെന്ന് അയാളുടെ സഹായത്തിനെത്തി. അവൻ ഫോൺ വാങ്ങി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ വലിയ സ്ക്രീനിൽ ആളുകൾക്ക് അവളെ കാണാമായിരുന്നു. ഹായ്, എല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഗംഗോത്രി ശിവറാം, അതായത് ശിവറാമിൻ്റെയും രഞ്ജിനിയുടെയും ഒരേ ഒരു മകൾ. അവിടുത്തെ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ അമേരിക്കയിലാണ്. ഇവിടെ MBA ചെയ്യുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് പരിപാടിക്ക് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഗായത്രിക്ക് ജന്മദിനാശംസകൾ. എൻ്റെ പപ്പ ഏത് സാഹചര്യത്തിലാണ് മൈക്ക് വാങ്ങിയത് എന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു. നിങ്ങൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. രണ്ടാനമ്മയുടെ ദ്രോഹങ്ങൾ സഹിച്ച് അവരുടെ മകളുടെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങി ഏതെങ്കിലും അടുക്കളപ്പുറത്തിരിക്കുന്ന ആദ്യത്തെ മകൾ. അത് സിനിമയിലും സീരിയലിലും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഗംഗോത്രി ഒരു വെറൈറ്റി പീസാണ് കേട്ടോ. നിസ്സഹായനായി നിൽക്കുന്ന എൻ്റെ അപ്പയെ എനിക്ക് മനസ്സിലാവും. അപ്പൻ്റെ മനസ്സിൽ എന്താണെന്നും എനിക്കറിയാം. പക്ഷേ ആ നിസ്സഹായത എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവൾ ഒരു കവർ തുറന്ന് അതിൽ നിന്നൊരു കടലാസ് പുറത്തെടുത്തു. ഇത് ഒരു DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. അതായത് ഞാൻ എൻ്റെ അപ്പയുടെ മകളാണെന്ന് തെളിയിക്കുന്ന DNA റിസൾട്ട്. അവളത് സൂം ചെയ്ത് എല്ലാവരെയും കാണിച്ചു. ഇനി ഞാനിവിടെ ഒരാളെ വെല്ലുവിളിക്കുകയാണ്. അതായത് വൈകയെ, എൻ്റെ അപ്പയുടെ ഇപ്പോഴത്തെ ഭാര്യയെ. അവളുടെ മകളുടെ DNA ടെസ്റ്റ് നടത്തട്ടെ അപ്പയുമായി. അതിൽ അവൾ അപ്പയുടെ മകളാണെന്ന് തെളിഞ്ഞാൽ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ അവൾക്ക് കൊടുക്കും. മറിച്ച് അതിലവൾ അപ്പയുടെ മകളല്ല എന്ന് തെളിഞ്ഞാൽ ആ സെക്കൻഡിൽ അമ്മയും മകളും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്താ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഗായത്രി വൈകയോട് ചോദിച്ചു. വൈകയുടെ മുഖം വിളറി വെളുത്തു. ഗായത്രി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ ഒന്നും പറയാതെ തലകുനിച്ച് നിൽക്കുകയാണ്. അമ്മേ, പറയമ്മേ, തയ്യാറാണെന്ന് പറയുക, അവൾ അമ്മയുടെ ചുമലിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ വൈകെ, തയ്യാറാണോ? ശിവറാം മൈക്കിലോട് ചോദിച്ചു. ഗായത്രിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കാരണം അവളുടെ കൂട്ടുകാരികളെല്ലാവരും ഉണ്ട്. അവരുടെ മുമ്പിൽ വെച്ചാണ് ഈ പ്രഹസനം. അമ്മയാണെങ്കിൽ മിണ്ടുന്നുമില്ല. ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ തയ്യാറായിക്കോളൂ, ഗായത്രി പറഞ്ഞു. വൈക അത് കേട്ട് ഞെട്ടി. അവൾ ദയനീയമായി ശിവറാമിനെ നോക്കി. നീ ഇത് ചോദിച്ചു വാങ്ങിയതാണ് മോളെ എന്ന അർത്ഥത്തിൽ ശിവറാം അവളെ നോക്കി. ഇന്നേക്ക് 5-ാം ദിവസം ഞാൻ നാട്ടിൽ വരും. അന്ന് എനിക്ക് നിങ്ങളുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടണം. ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് പാലിക്കണം. അവൾ ഫോൺ കട്ട് ചെയ്തു. അവരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവർ അവിടെ നിന്ന് ഓരോന്ന് പിറുപിറുക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. അതൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മറക്കാം. നമുക്ക് ആഘോഷം തുടരാം. നല്ലൊരു പാട്ട് പാടണം മക്കളെ, ശിവറാം പറഞ്ഞു. വൈകയുടെ അടുത്തേക്ക് ചില കവിണ്ണങ്ങൾ കടന്നു വന്നു. അവർ അവളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വൈക അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രഞ്ജിനെ ഒന്ന് തെറ്റിദ്ധരിച്ചു. പാവം, മരിച്ചുപോയ ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. എന്തായാലും അവൾ മിടുക്കിയ. അവളുടെ അമ്മയെ പറഞ്ഞപ്പോൾ അവൾക്ക് കൊണ്ടു. നല്ല ചുണക്കുട്ടി. ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വൈക തലവേദനയാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഗായത്രി മോളോട് ഇനി എന്തു പറയും? അവൾ ഉറപ്പായും തന്നോട് വന്ന് ചോദിക്കും. തന്നെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈക ഓരോന്ന് ചിന്തിച്ച് ബെഡിലേക്ക് വീണു. അപ്പനും മകളും കൂടി ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാലും ആരായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവളെ അറിയിച്ചത്? ഗായത്രി അമ്മയുടെ അരികിലേക്ക് വന്നപ്പോൾ വൈക ഉറങ്ങിയതുപോലെ കണ്ണടച്ച് കടന്നു. ഗായത്രി നേരെ അപ്പയുടെ അടുത്തേക്ക് ചെന്നു. ശിവറാം രഞ്ജിനിയുടെ പ്രതിമയുടെ അരികിൽ ഇരിപ്പുണ്ടായിരുന്നു. ഗായത്രിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. തൻ്റെ അമ്മ അവിടെ കരഞ്ഞു തളർന്ന് കിടക്കുകയാണ്.
അപ്പോഴാണ് അത് കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഇരിപ്പ്. എത്ര തവണ അത് നശിപ്പിക്കാൻ നോക്കിയതാണ്. അവൾ ദേഷ്യത്തോടെ ശിവറാമിൻ്റെ മുമ്പിലേക്ക് ചെന്നു. തുടരും.